നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ചരിത്രത്തിലാദ്യമായി പോലീസിന്റെ അനാവശ്യ നിയന്ത്രണവും ബലപ്രയോഗവും മൂലം തൃശൂർ പൂരം അലങ്കോലമായതിലൂടെ സാംസ്കാരിക കേരളം അപമാനിക്കപ്പെടുകയാണ്. ഹൈന്ദവ ജനതയുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിനും വിശ്വാസത്തിനും എതിരായ കടന്നാക്രമണമായിട്ട് മാത്രമേ കരുതാനാവൂ. ഇതിൽ പ്രതിഷേധിച്ചവർക്കെതിരെ ലാത്തിച്ചാർജ് നടത്തിയ പോലീസിന്റെ നടപടി വലിയ അമർഷത്തിന് ഇടയാക്കുകയും ചെയ്തിരിക്കുന്നു. BJP നേതാവും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപിയെ പോലെയുള്ളവർ സമയോചിതമായി ഇടപെട്ട് അധികൃതരുമായി ചർച്ച നടത്തിയതുകൊണ്ട് മാത്രമാണ് രാവിലെ 7-ന് ശേഷം വെടിക്കെട്ട് നടത്തിയതും പകൽപൂരം ആരംഭിക്കാൻ കഴിഞ്ഞതും. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവം സാംസ്കാരിക മേളയുമാണ് തൃശൂർ പൂരം. പോലീസിന്റെ ധാർഷ്ട്യവും തികച്ചും അനാവശ്യമായ നടപടികളും ഈ മഹോത്സവത്തിന്റെ ശോഭ കെടുത്തിയത് വലിയ പ്രതിഷേധം ഉയർത്തിയിരിക്കുകയാണ്. ഇതോടെ തൃശൂർ പൂരത്തിനിടെ പോലീസ് നടത്തിയ അതിക്രമങ്ങൾ ആസൂത്രിതമാണെന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. ഇക്കുറി മാസങ്ങൾക്ക് മുമ്പ് പൂരം നടത്തിപ്പ് പ്രതിസന്ധിയിലാക്കാനുള്ള ശ്രമം സർക്കാർ സംവിധാനങ്ങൾ തുടങ്ങിയിരുന്നു. പ്രതിസന്ധി സൃഷ്ടിച്ച് പൂരം നടത്തിപ്പ് ഏറ്റെടുക്കാനുള്ള ശ്രമമാണ് ഇടത് സർക്കാരും ദേവസ്വം ബോർഡും നടത്തുന്നതെന്നാണ് പൂരം സംഘാടകർ പറയുന്നത്. പൂരം പ്രദർശന നഗരിയുടെ വാടക കുത്തനെ കൂട്ടിച്ചോദിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡാണ് ആദ്യം പ്രതിസന്ധി സൃഷ്ടിച്ചത്. 40 ലക്ഷം രൂപയോളമാണ് മൈതാനത്തിന് വാടകയായി പൂരം സംഘാടകർ ദേവസ്വം ബോർഡിന് നൽകുന്നത്. ഇത് 2 കോടിയായി വർദ്ധിപ്പിച്ച് നൽകണമെന്ന് ബോർഡ് ആവശ്യപ്പെട്ടു. ഇത്രയും തുക വാടക നൽകിയാൽ പൂരം നടത്താനാകില്ല എന്നറിഞ്ഞിട്ടും കൊച്ചിൻ ദേവസ്വം ബോർഡ് പിടിവാശി തുടർന്നു. പ്രദർശനം ആരംഭിക്കേണ്ട തീയതി കഴിഞ്ഞിട്ടും മൈതാനം വിട്ടു നൽകിയില്ല. പൂരം സംഘാടകർ പലവട്ടം പരാതിപ്പെട്ടിട്ടും സർക്കാരോ ജനപ്രതിനിധികളോ ഇടപെട്ടില്ല. ഒടുവിൽ പൂരം നടക്കില്ലെന്നും വൻ പ്രതിഷേധം ഉയരുമെന്നും വ്യക്തമായപ്പോഴാണ് മുഖ്യമന്ത്രി ഇടപെട്ട് പഴയ വാടകയും 8% വർധനയും മതിയെന്ന് തീരുമാനിച്ചത്. അപ്പോഴേക്കും പ്രദർശനം തുടങ്ങേണ്ട സമയം വൈകിയിരുന്നു. ഇത് ഇക്കുറി സംഘാടകർക്ക് വലിയ നഷ്ടമുണ്ടാക്കി. ആന എഴുന്നള്ളിപ്പിനെ ചൊല്ലിയായിരുന്നു അടുത്ത ഉടക്ക്. ആനകളെ എഴുന്നള്ളിക്കുമ്പോൾ 50 മീറ്റർ അകലെ മാത്രമേ ആളുകൾ നിൽക്കാവൂ എന്നതുൾപ്പെടെ അസാധ്യമായ ഒട്ടേറെ നിബന്ധനകളുമായി വനം വകുപ്പ് പൂരത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് രംഗത്തെത്തി. കേരളത്തിലെ ഒരു ഉത്സവത്തിനും ആഘോഷ ചടങ്ങിനും ഇല്ലാത്ത നിബന്ധനകളാണ് തൃശൂർ പൂരത്തിന് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. വൻ പ്രതിഷേധമുയർന്നതോടെയാണ് സർക്കാരിന് ഇതിൽ നിന്നും പിന്മാറേണ്ടി വന്നത്. പൂരത്തിന്റെ തലേന്നും ആനകളെ പരിശോധിക്കുന്നതിന്റെ പേരിൽ ഉടക്കുണ്ടാക്കാൻ വനം വകുപ്പ് ശ്രമം തുടർന്നു. ഏറ്റവും ഒടുവിലാണ് പോലീസിന്റെ കയ്യാങ്കളി. രാത്രി 11 മണി മുതൽ പോലീസിന്റെ അതിക്രമം സഹിക്കാതെ ഭാരവാഹികൾ ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണനെയും റവന്യൂ മന്ത്രി K രാജനെയും ബന്ധപ്പെടാൻ ശ്രമിച്ചു. എങ്കിലും ഇരുവരും ഒഴിഞ്ഞു മാറുകയായിരുന്നു. 7 മണിക്കൂറിന് ശേഷം രാവിലെ 6-നാണ് മന്ത്രി രാജൻ എത്തിയത്. ദേവസ്വം മന്ത്രി ഇടപെട്ടതേയില്ല. പൂരം സുഗമമായി നടത്താനാകാത്ത അന്തരീക്ഷം സൃഷ്ടിച്ച് സംഘാടകരെ പ്രതിസന്ധിയിലാക്കിയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നാണ് ആക്ഷേപമുയർന്നിട്ടുള്ളത്. പൂരം പ്രദർശനത്തിന്റെ നടത്തിപ്പ് കൊച്ചിൻ ദേവസ്വം ബോർഡിനെ ഏൽപ്പിക്കണമെന്ന് 2 വർഷം മുമ്പ് അവർ ആവശ്യപ്പെട്ടിരുന്നു. പ്രദർശനത്തിലൂടെയാണ് പൂരം നടത്തിപ്പിനാവശ്യമായ ധനം ഓരോ വർഷവും കണ്ടെത്തുന്നത്. ഇത് കൈമാറിയാൽ സമ്പൂർണ്ണ നിയന്ത്രണവും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കയ്യിലാവും. സംഘാടകർ കൈമാറ്റത്തിന് വിസമ്മതിച്ചതോടെയാണ് സർക്കാരും ദേവസ്വം ബോർഡും ശത്രുതാപരമായ നീക്കം ആരംഭിച്ചത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.